ഹായ് കൂട്ടുകാരെ, ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ ടെൻഡർ ഷൂട്ട്സ് എന്ന യൂണിറ്റിലെ റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന സ്റ്റോറിയുടെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. റബേക്ക ഡിസൈഡഡ് ടു ടോക്ക് ടു ഹെർ ടീച്ചർ എബൌട്ട് വാട്ട് ഷീ ഹാഡ് ലേൺഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റബേക്ക ലൈബ്രറിയിൽ പോയി ഒരുപാട് ബുക്സൊക്കെ റീഡ് ചെയ്തു. അവർ മഴയില്ലാതെ ഒരുപാട് നാളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള എന്താണ് കാരണം, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി റബേക്ക ലൈബ്രറിയിൽ പോയിട്ട് വായിച്ചു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു പുതിയ വേർഡും റബേക്കയ്ക്ക് കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു? റബേക്ക എന്ത് ചെയ്തു? തീരുമാനിച്ചു ടു ടോക്ക് ടു ഹർ ടീച്ചർ. ആരോട് സംസാരിക്കാൻ? ടീച്ചറുമായി സംസാരിക്കാൻ. എന്ത്? അബൌട്ട് വാട്ട് ഷീ ഹാഡ് ലേൺഡ്. റബേക്ക ലൈബ്രറിയിൽ വെച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. ഇത് എന്താണ്? ഭൂമിക്കൊരു വലിയ പ്രശ്നമാണ്. ഹർ ടീച്ചർ എക്സ്പ്ലെയിൻഡ്. അവളുടെ ടീച്ചർ വിശദീകരിച്ചു കൊടുത്തു. ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്. എന്നാലും ഇത് ഭൂമിക്ക് വലിയൊരു പ്രശ്നമാണെങ്കിലും certain things, ചില കാര്യങ്ങൾ that we can do to help, നമുക്ക് ഹെൽപ്പിന് വേണ്ടി ചെയ്യാൻ പറ്റും. നമ്മളെ ഭൂമിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ലൈക്ക് പ്ലാന്റിങ് ട്രീസ്. ഏതൊക്കെയാണ്? ലൈക്ക് പ്ലാന്റിങ് ട്രീസ്, മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട്. ടു മേക്ക് നേച്ചർ സ്ട്രോങ്ങർ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നേച്ചറിനെ സ്ട്രോങ്ങർ ആക്കി വെക്കാൻ പറ്റും. നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സ്ട്രോങ്ങർ, ബലവത്തുള്ള, ശക്തിയുള്ളതാക്കാൻ വേണ്ടി നമുക്ക് കഴിയും മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട്. ആസ് റബേക്ക വാക്ക്ഡ് ഹോം ഇറ്റ് വാസ് വെരി ഹോട്ട്. റബേക്ക വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത്, അങ്ങനെ ടീച്ചറോടെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റബേക്ക ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ആസ് റബേക്ക വാക്ക്ഡ് ഹോം, നമ്മുടെ റബേക്ക വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഇറ്റ് വാസ് വെരി ഹോട്ട്, നല്ല ചൂടാണ്. നല്ല വെയിലും നല്ല ചൂടൊക്കെയുള്ള ക്ലൈമറ്റാണ്, കാലാവസ്ഥയാണ്. ആൻഡ് ഷീ സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക് ഫ്രം ഹർ വാട്ടർ ബോട്ടിൽ. അവളുടെ വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. ഷീ കുഡിൻ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ. വെള്ളം കുടിക്കുന്നത് നിർത്തിയെങ്കിലും ഷീ കുഡിൻ സ്റ്റോപ്പ്, അവൾക്ക് നിർത്താൻ കഴിഞ്ഞില്ല. എന്ത്? തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ, മഴയുടെ കുറവ്. ലാക്ക് ഓഫ് റെയിൻ, മഴയുടെ കുറവിനെ കുറിച്ച്. മഴ എന്തുകൊണ്ടാണ് മഴ കുറയുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ടിങ്ങനെ നടക്കുകയാണ് റബേക്ക. ആൻഡ് ഹൗ ഇറ്റ് വാസ് അഫക്റ്റിംഗ് ദി എൻവയൺമെൻറ്റ്. മഴ കുറയുന്നതിനെക്കുറിച്ചും ഇതെങ്ങനെ നമ്മുടെ എൻവയൺമെൻറ്റിനെ, പരിസ്ഥിതിയെ അഫക്റ്റ് ചെയ്യും, ബാധിക്കും എന്നതിനെക്കുറിച്ചുമൊക്കെ തിങ്ക് ചെയ്തുകൊണ്ട്, ചിന്തിച്ചുകൊണ്ടാണ് റബേക്ക വീട്ടിലേക്ക് നടന്നു പോകുന്നത്. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹർ കമ്മ്യൂണിറ്റി. അവളുടെ കമ്മ്യൂണിറ്റിയെ, ഏതാണ് കമ്മ്യൂണിറ്റി? നമ്മുടെ റബേക്കയുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, മാസായി അല്ലേ? ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹർ കമ്മ്യൂണിറ്റി. അവൾക്ക് അവളുടെ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യണം. ദെൻ ഷീ ഗെറ്റ്സ് ആൻ ഐഡിയ. അങ്ങനെ ഒരുപാട് തിങ്ക് ചെയ്ത് ഷീ ഗെറ്റ്സ് ആൻ ഐഡിയ. റബേക്കയ്ക്ക് എന്ത് കിട്ടി? ഒരു ഐഡിയ കിട്ടി. ഐ ഹാവ് ലേൺഡ് സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. ഇത് ഇവിടെ കണ്ടോ, ഇത് ഐ ഹാവ് എന്നാണ് വായിക്കുക കേട്ടോ. ഐ ഹാവ്, നമ്മൾ ഹാവ് എന്ന് ഇങ്ങനെ എഴുതുന്ന ഹാവ്, ഇതാണ് ഈ എഴുതിയിട്ടുള്ളത്. അത് ഇതിൻ്റെ കൺട്രാക്റ്റഡ് ഫോമാണ്, ചുരുക്കി എഴുതുന്ന രീതിയാണ്. ഓക്കെ, ഐ ഹാവ് ലേൺഡ് സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ഐ ഹാവ് ലേൺഡ് സോ മച്ച്, ഞാൻ ഒരുപാട് പഠിച്ചു. ഷീ തോട്ട്, അവൾ ചിന്തിച്ചു, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവ്രി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. ഞാൻ ഒരുപാട് ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ
എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് മനസ്സിൽ, അല്ലേ? അപ്പോൾ അതുപോലെ എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവ്രി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. അതും ഒരു ഹെൽപ്പായിരിക്കും, സഹായമായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? എല്ലാവരും ചിന്തിക്കും ഹൗ വി ക്യാൻ ഓവർകം ദിസ് പ്രോബ്ലം. നമുക്ക് എങ്ങനെ ഈ പ്രശ്നം അതിജീവിക്കാൻ കഴിയും എന്ന് എല്ലാവരും ചിന്തിക്കും. അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്നാണ് റബേക്ക ചിന്തിക്കുന്നത്. ദെൻ ടുഗെദർ വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തി അത് പ്രാവർത്തികമാക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി കഴിയും. The next day, Rebecca requested her teacher to give a lesson about changing weather. The next day, പിറ്റേ ദിവസം, Rebecca requested her teacher. Rebecca അവരുടെ ടീച്ചറോട് അപേക്ഷിച്ചു. എന്ത്? To give a lesson about the changing weather. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെപ്പറ്റി ഒരു ലെസൺ, ഒരു പാഠം പറഞ്ഞു തരാൻ, അതായത് ഒരു ലെസൺ, ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി റബേക്ക റിക്വസ്റ്റ് ചെയ്തു, അഭ്യർത്ഥിച്ചു. ആൻഡ് ദ ഡാമേജ് ഹ്യൂമൻസ് വേർ ഡൂയിങ് ടു നേച്ചർ. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് മാത്രമല്ല, ആൻഡ് ഡാമേജ് ഹ്യൂമൻസ് വേർ ഡൂയിങ് ടു നേച്ചർ. പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള മനുഷ്യൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ഒരു ക്ലാസ് എടുക്കാൻ റബേക്ക ടീച്ചറോട് റിക്വസ്റ്റ് ചെയ്തു. The teacher gladly gave them a detailed session as requested. ടീച്ചർ എന്താ ചെയ്തത്? ടീച്ചർ ഗ്ലാഡ്ലി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ. The teacher gladly gave them a detailed session as requested. ടീച്ചർ സന്തോഷത്തോടെ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച്, റബേക്ക പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് വളരെ വിശദീകരിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുത്തു കൊടുത്തു. അറ്റ് ദ എൻഡ് ഓഫ് ദി ക്ലാസിൻ്റെ അവസാനം റബേക്ക സ്റ്റുഡ് അപ്പ്. റബേക്ക എന്ത് ചെയ്തു? എണീറ്റ് നിന്നു. നമ്മൾ നിൽക്കുക എന്ന് പറയുമല്ലോ, അതിന് സ്റ്റാൻഡ് എന്ന് പറയും. സ്റ്റുഡ്, നിന്നു. റബേക്ക സ്റ്റുഡ് അപ്പ്. ഷീ ആസ്ക്ഡ് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഗോ ഹോം. അവളെല്ലാ കുട്ടികളോടും പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോവുക, എന്നിട്ട് ആൻഡ് ടീച്ച് their parents about what they had learned. അവർ പഠിച്ച കാര്യം, ഓരോ കുട്ടിയും ടീച്ചറുടെ ക്ലാസ്സിൽ നിന്നും പഠിച്ച കാര്യം അവരുടെ പാരൻസിനു കൂടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്, വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, എവ്രി വൺ വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹ്യൂമൻസ് വർ ബ്രിങ്ങിങ് ഹാം ടു നേച്ചർ. എല്ലാവരുടെയും ചർച്ചാ വിഷയം എന്തായി മാറി? എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ നേച്ചറിനെ, പ്രകൃതിയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് ഈ പിക്ചർ നോക്കൂ, നമ്മൾ എന്തൊക്കെയാണ് ഹ്യൂമൻ ചെയ്യുന്നത്, മനുഷ്യന്മാർ എന്തൊക്കെയാണ് പ്രകൃതിയോട് ചെയ്യുന്നത് എന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എ മാൻ ഈസ് കട്ടിങ് ട്രീസ്, അല്ലേ? മരം മുറിക്കുകയാണ് ഒരാൾ. ദെൻ സ്മോക്ക് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് എ വെഹിക്കിൾ, ഒരു വണ്ടിയിൽ നിന്നും പുക പുറത്തേക്ക് വരുന്നു. പിന്നെ ദെൻ ഡംപിങ് വേസ്റ്റ് മെറ്റീരിയൽസ്, അല്ലേ? വേസ്റ്റൊക്കെ നമ്മുടെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുകയാണ്. ഇതൊക്കെ മനുഷ്യന്മാർ പ്രകൃതിയോട് ചെയ്യുന്ന ഹാമാണ്, അല്ലേ? മനുഷ്യന്മാർ പ്രകൃതിയെ ദ്രോഹിക്കുകയാണ് ഇത്തരം പ്രവൃത്തികളിലൂടെയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. What did Rebecca ask everyone in her class to do? റബേക്ക അവളുടെ ക്ലാസ്സിലെ കുട്ടികളോട് എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? പാസേജ് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടും. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. One day, the elders in her village held a meeting to talk with Rebecca about what could be done to help nature. One day, ഒരു ദിവസം, എൽഡേഴ്സ് ഇൻ ഹർ വില്ലേജിലുള്ള മുതിർന്ന ആളുകൾ held a meeting, ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. To talk with Rebecca about what could be done to help nature. റബേക്കയുമായി സംസാരിക്കാൻ, എന്തിനെക്കുറിച്ച്? about what could be done to help nature, പ്രകൃതിയെ
സഹായിക്കാൻ, പ്രകൃതിയെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്താൻ വേണ്ടി, ഒരു ചർച്ച നടത്താൻ വേണ്ടി റബേക്കയെ കാണുന്നതിനെക്കുറിച്ച് എല്ലാ എൽഡേഴ്സും തീരുമാനിച്ചു. ദ പ്രോബ്ലം ദേ ഫേസ്ഡ് വാസ് സോ ബിഗ്. അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം വളരെ വലുതാണ്. ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ ടു ദി പ്രസിഡൻറ്റ് ഓഫ് കെനിയ. നമുക്കെന്ത് ചെയ്യാം? ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ, നമുക്കൊരു ലെറ്റർ എഴുതാം. എന്തിന്? ടു ദ പ്രസിഡൻറ്റ് ഓഫ് കെനിയ. കെനിയയിലെ പ്രസിഡൻറ്റിന് ഒരു കത്തെഴുതാം. വൺ ഓഫ് ദി എൽഡേഴ്സ് സെഡ്. ആ കൂട്ടത്തിലുള്ള മുതിർന്ന ഒരാൾ പറഞ്ഞു. ഹി നീഡ്സ് ടു നോ ദാറ്റ് വി കനോട്ട് ലിവ് വിത്തൗട്ട് റെയിൻ. അദ്ദേഹം അറിയേണ്ടതായിട്ടുണ്ട്. എന്ത്? നമുക്ക് മഴയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന കാര്യം കെനിയയിലെ പ്രസിഡൻ്റ് അറിയേണ്ടതുണ്ട്. ദെൻ മേ ബി ഹി വിൽ ഇംപ്ലിമെൻറ്റ് ലോസ് ടു സ്റ്റോപ്പ് ഹാമിങ് നേച്ചർ. ചിലപ്പോൾ, മേ ബി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, അദ്ദേഹം എന്ത് ചെയ്തേക്കാം? ഹി വിൽ ഇംപ്ലിമെൻറ്റ് ലോസ്. അദ്ദേഹം ലോ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നടപ്പിലാക്കിയേക്കാം. എന്തിന്? ടു സ്റ്റോപ്പ് ഹാമിങ് നേച്ചർ. പ്രകൃതിയെ മനുഷ്യന്മാർ ദ്രോഹിക്കുന്നതിനെതിരെ നിയമങ്ങൾ എന്തെങ്കിലും അദ്ദേഹം നടപ്പിലാക്കിയേക്കാം എന്നുകൂടി അവർ ഒരു കൂട്ടത്തിലെ എൽഡറായിട്ടുള്ള ഒരാൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ കത്ത് നമുക്ക് എഴുതാം. എന്തിനെയൊക്കെ പറ്റിയിട്ട്? നമുക്ക് മഴയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പ്രസിഡൻറ്റിനെ ബോധ്യപ്പെടുത്താനും അതുവഴി ചിലപ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ നിയമം പാസ്സാക്കിയാലോ എന്നുള്ള പ്രതീക്ഷയോടും കൂടിയാണ് അവർ കത്തെഴുതാൻ തീരുമാനിക്കുന്നത്. റബേക്ക ടുക്ക് ദ ലെറ്റർ ആൻഡ് ഷെയർഡ് ഇറ്റ് വിത്ത് ഹർ ക്ലാസ്മേറ്റ്സ്. അങ്ങനെ റബേക്ക കത്തൊക്കെ റെഡിയാക്കി കത്തെല്ലാം ക്ലാസ്സിൽ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു. എന്തിന്? ദേ ആസ്ക്ഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് ടു സൈൻ ദെയർ നെയിംസ് അറ്റ് ദ ബോട്ടം ടു ഷോ ദെയർ സപ്പോർട്ട്. എല്ലാ കുടുംബങ്ങളോടും എന്ത് ചെയ്യാൻ പറഞ്ഞു? ആ ഒരു ലെറ്ററിൻ്റെ താഴെ ഭാഗത്ത് സൈൻ ചെയ്യാൻ പറഞ്ഞു. ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെ. ലെറ്ററിൻ്റെ താഴെ ഭാഗത്ത് അവരുടെ നെയിമും സൈനും, പേരും ഒപ്പും ചേർക്കാൻ പറഞ്ഞു. എന്തിന്? ടു ഷോ ദെയർ സപ്പോർട്ട്. ഈ ലെറ്റർ എല്ലാവരും കൂടി എഴുതിയതാണ് എന്നുള്ളതിന് വേണ്ടിയിട്ട്, എന്ന് കാണിക്കാൻ വേണ്ടിയും, പിന്നെ ഈ ഒരു വിഷയം എല്ലാവരും ഒറ്റക്കെട്ടായി എടുത്ത ഒരു തീരുമാനമാണ് എന്നുള്ളതും അറിയിക്കാൻ വേണ്ടി എല്ലാവരോടും ഒപ്പിടാൻ വേണ്ടി പറഞ്ഞു. ഇൻ നെയ്റോബി ദ പ്രസിഡൻറ്റ് റീഡ് ദ ലെറ്റർ ഫ്രം ദി മാസായ് കമ്മ്യൂണിറ്റി. അപ്പോൾ പ്രസിഡൻ്റ് ഉള്ളത് നെയ്റോബി എന്ന് പറയുന്ന സ്ഥലത്താണ്. ദ പ്രസിഡൻറ്റ് റീഡ് ദ ലെറ്റർ ഫ്രം ദി മാസായ് കമ്മ്യൂണിറ്റി. അങ്ങനെ മാസായ് കമ്മ്യൂണിറ്റിയിൽ നിന്നും വന്നിട്ടുള്ള ഈ ലെറ്റർ നെയ്റോബിയിലിരിക്കുന്ന പ്രസിഡൻറ്റ് റീഡ് ചെയ്തു, വായിച്ചു. ഹി റിസീവ്ഡ് മെനി അതർ ലെറ്റേഴ്സ് ഫ്രം അതർ പാർട്സ് ഓഫ് ദി കൺട്രി ടു. അപ്പോൾ മാസായ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കെനിയൻ പ്രസിഡൻറ്റിന് ഒരുപാട് വേറെ കത്തുകളും കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ആ കെനിയയിലെ മറ്റു പല ഭാഗത്തു നിന്നുമുള്ള കത്തുകൾ പ്രസിഡൻറ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രസിഡൻറ്റ് പറയാണ്, ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്റ്റ് നേച്ചർ. എനിക്ക് കെനിയയെ സഹായിക്കേണ്ടതുണ്ട്. എന്തിന്? ടു പ്രൊട്ടക്റ്റ് നേച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി കെനിയയെ എനിക്ക് സഹായിക്കേണ്ടതായിട്ടുണ്ട്. ഹി തോട്ട്. അദ്ദേഹം ചിന്തിച്ചു. ദ പ്രസിഡൻറ്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമെൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. അങ്ങനെ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ കൺട്രിമെൻ, പരിവാരങ്ങളോട് പറഞ്ഞു, ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. അവരുടെ വീടിൻ്റെ പുറത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പറഞ്ഞു. ഇൻ മാസായ് കമ്മ്യൂണിറ്റി എവ്രിവൺ അഗ്രീഡ് ടു പ്ലാന്റ് എ ട്രീ ഔട്ട്സൈഡ് ദെയർ ഹോം. ഈ മാസായ് കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും എന്ത് ചെയ്തു? തീരുമാനിച്ചു, അല്ലെങ്കിൽ സമ്മതിച്ചു. ടു പ്ലാന്റ് ട്രീ ഔട്ട്സൈഡ് ദെയർ ഹോം. എല്ലാവരുടെയും വീടിൻ്റെ പുറത്ത് ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ചു. റബേക്ക ആൻഡ് ഹെർ മദർ ഡഗ് എ ഹോൾ ടുഗെദർ ആൻഡ് പ്ലാന്റ് എ സീഡ്ലിംഗ്. റബേക്കയുടെ മദറും ഡഗ് എ ഹോൾ. ഡഗ് എന്ന് പറഞ്ഞാൽ കുഴിച്ചു. എ ഹോൾ, ഒരു കുഴി കുഴിച്ചിട്ട്, രണ്ടുപേരും കൂടെ ഒരു കുഴി കുഴിച്ച് അതിൽ പ്ലാന്റഡ് എ സീഡ്ലിംഗ്, ഒരു തൈ ചെടി. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ തൈക്കാണ് സീഡ്ലിംഗ് എന്ന് പറയുന്നത്.
ഒരു സീഡ്ലിംഗ് പ്ലാന്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ എൽഡേഴ്സ് ഓഫ് ദി മാസായ് കമ്മ്യൂണിറ്റി റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ് ഓഫ് കെനിയ? മാസായ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എൽഡേഴ്സ്, മുതിർന്ന ആളുകൾ, എൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകൾ എന്തുകൊണ്ടാണ് കെനിയൻ പ്രസിഡൻറ്റിന് കത്തെഴുതിയത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻസ്ട്രക്ഷൻസ് ഡിഡ് ദ പ്രസിഡൻറ്റ് ഗിവ് ഹിസ് കൺട്രിമെൻ ടു സേവ് നേച്ചർ? പ്രകൃതിയെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങളാണ് പ്രസിഡൻറ്റ് ഓഫ് കെനിയ അദ്ദേഹത്തിൻ്റെ കൺട്രിമെന്നിന് കൊടുത്തത്? നമ്മളിപ്പോൾ വായിച്ച് കഴിഞ്ഞതേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് അല്ലേ. ഇതാ ഈ പിക്ചർ നോക്കൂ. റബേക്കയുടെ അമ്മയും എന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ പ്ലാന്റിങ് എ സീഡ്ലിംഗ്. They are planting and watering a seedling. This is Rebecca's mother and this is Rebecca. And another lady, മറ്റൊരു സ്ത്രീ, planting a seedling and she is also watering. And the other lady is going to plant her seedling. കണ്ടില്ലേ എല്ലാവരും? അപ്പോൾ എല്ലാവരും നേച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സീഡ്ലിങ് നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ചു. ഓരോ പ്ലാന്റും നട്ടുപിടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി നമുക്ക് കഥയുടെ ബാക്കി ഭാഗം വായിക്കാം. അറ്റ് റബേക്ക സ്കൂൾ ദ പ്രിൻസിപ്പൽ ഹെൽഡ് ആൻ അസംബ്ലി ടു അഡ്രസ് ദ സ്റ്റുഡൻസ്. അങ്ങനെ റബേക്കയുടെ സ്കൂളിൽ പ്രിൻസിപ്പൽ എന്ത് ചെയ്തു? ഒരു അസംബ്ലി വിളിച്ചു ചേർത്തു. കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി ഒരു അസംബ്ലി വിളിച്ചു ചേർത്തു. അഡ്രസ് ദ സ്റ്റുഡൻസ്, കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഒരു അസംബ്ലി വിളിച്ചു ചേർത്തു. ഹി ആസ്ക്ഡ് റബേക്ക ടു സ്റ്റാൻഡ് ബിസൈഡ് ഹിം. അദ്ദേഹം റബേക്കയോട് അദ്ദേഹത്തിൻ്റെ അരികിൽ, ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികെ, അദ്ദേഹത്തിൻ്റെ അരികെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. പ്രൊട്ടക്റ്റിംഗ് ദി എൻവയോൺമെൻറ്റ് ഈസ് എ ബിഗ് ജോബ്. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് ഒരു വലിയ ജോലിയാണ്. ആൻഡ് എവ്രി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. അത് നമ്മൾ കുറച്ച് പേര് മാത്രം ചെയ്താൽ പോരാ. എന്ത് ചെയ്യണം? ഭൂമിയിലുള്ള എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും ഈ ഒരു സംഗതിയിൽ ഹെൽപ്പ് ചെയ്യണം, ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യണം. ദ പ്രിൻസിപ്പൽ സെഡ്, പ്രിൻസിപ്പൽ പറഞ്ഞു. ബട്ട് വി വുഡ് ലൈക്ക് ടു താങ്ക് റബേക്ക. നമ്മളിപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യണം, പക്ഷേ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? റബേക്കയോട് താങ്ക്സ് പറയണം. എന്തിന്? ഫോർ ഹെൽപ്പിംഗ് അസ് ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. നമ്മെ എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടിയും ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കാനും സഹായിച്ചതിന്. അപ്പോൾ എല്ലാവർക്കും അറിയാം മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്നുള്ളതൊക്കെ എല്ലാവരും ഇപ്പോൾ പഠിച്ചു. ആരിൽ നിന്നാണ് പഠിച്ചത്? റബേക്കയിൽ നിന്നും എല്ലാവരും പഠിക്കുകയും എല്ലാവരും ഒരു മാറ്റത്തിന് തയ്യാറായി ഓരോ പ്ലാന്റും നട്ടുപിടിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് എല്ലാ കുട്ടികളോടും പ്രിൻസിപ്പാൽ സാറ് പറയുകയാണ് റബേക്കയോട് താങ്ക്സ് പറയാം. അദ്ദേഹവും കുട്ടികളും എല്ലാവരും എന്ത് ചെയ്യണം? റബേക്കയോട് താങ്ക്സ് പറയണം. ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് ബി ഇഫ് വി ഓൾ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. നമ്മളെല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഇതുപോലെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചും മറ്റു പ്രകൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെയും ഇരുന്നാൽ എന്തായിരിക്കും? ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ്. ഈ ലോകം എത്ര മനോഹരമായിരിക്കും. ഹി ആഡഡ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. റബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. റബേക്കയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. ഷീ വണ്ടേർഡ്, അവൾ അത്ഭുതപ്പെട്ടു. വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നേച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. അവൾ ഈ ഒരു സന്തോഷത്തിൽ വീണ്ടും ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്ത്? വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു. ഇനി അവൾക്കും അവളുടെ കൂട്ടുകാർക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയും? കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നേച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. അവൾക്കും അവളുടെ കൂട്ടുകാർക്കും പ്രകൃതിയെയും അവരുടെ കമ്മ്യൂണിറ്റിയെയും രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ഹെൽപ്പ് ഇനി ചെയ്യാൻ കഴിയും എന്ന കാര്യം റബേക്ക ആലോചിക്കുകയാണ് അല്ലേ. ഇതാണ് അസംബ്ലി നടക്കുന്ന പിക്ചറുണ്ട്. റബേക്ക ഈസ് standing beside the principal. This is the principal sir and Rebecca is standing beside എന്ന് പറഞ്ഞാൽ അരികെ നിൽക്കുകയാണ്. ബാക്കി കുട്ടികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ
പ്രിൻസിപ്പാൾ സാർ റബേക്കയെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഷീ ഈസ് ദ ചേഞ്ച് മേക്കർ അല്ലേ? റബേക്ക ഈസ് ദി ചേഞ്ച് മേക്കർ. അപ്പോൾ എന്ത് ചേഞ്ചാണ് റബേക്ക വരുത്തിയത് എന്ന് നമ്മൾ കണ്ടു. എല്ലാവർക്കും, അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും എല്ലാവരെയും മരം നട്ടുപിടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നല്ലൊരു മാറ്റം കൊണ്ടുവന്ന റബേക്ക ഈസ് ദ ചേഞ്ച് മേക്കർ. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റ്, ഈ ഒരു സ്റ്റോറി എല്ലാ കുട്ടികളും നന്നായിട്ട് വായിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.